ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് പേജ് നമ്പർ 16-ത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് തേർഡ് പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പേജ് നമ്പർ 16-ത്തെ തേർഡ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാളും മുന്നേ നമ്മുടെ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ. In ACBD, in the figure, a parallelogram is ACBD in the figure a parallelogram. അതായത് ഈ ഫിഗറിലുള്ള ACBD എന്ന് പറയുന്നത് പാരലോഗ്രാം ആണോ? വൈ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് പാരലോഗ്രാം ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാരലോഗ്രാം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ ഫിഗർ ഒരു പാരലോഗ്രാം ആണെന്ന്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. പാരലോഗ്രാം എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ കണ്ടുപിടിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് ഈ രണ്ട് സൈഡ്സ് അല്ലെങ്കിൽ രണ്ട് ലൈൻസ് പാരലൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. എങ്ങനെയാണ് രണ്ട് സൈഡ്സ് പാരലൽ കണ്ടുപിടിക്കുക? അതിന് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും രണ്ട് കാര്യങ്ങളൊന്ന് പ്രൂവ് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ആ രണ്ട് ലൈൻസ് പാരലലാണ്. അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ആ രണ്ട് ലൈൻസ് പാരലലാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ലൈൻസിൻ്റെ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ആ രണ്ട് ലൈൻസ് പാരലലാണ്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റും ആ ലൈൻസ് പാരലലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് പെയർ ഓഫ് ലൈൻസ്, അതായത് AC-യും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള BD-യും പാരലലാണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ AD-യും CB-യും പാരലലാണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് പാരലോഗ്രാം ആണെന്നുള്ളത്. അപ്പോൾ പാരലലാണ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം തന്നെ ഈ രണ്ട് സൈഡുകൾ എടുക്കാം അല്ലേ. അതായത് AC-യും അതുപോലെ DB-യും എടുക്കാം. ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ രണ്ട് ലൈൻ പോകുന്നുണ്ടെന്ന് വിചാരിക്കൂ. ആ രണ്ട് ലൈൻ ഒരു ഇത് കട്ട് ചെയ്തെന്ന് വിചാരിക്കും, ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്തെന്ന് വിചാരിക്കും. അപ്പം ഇവിടെയുള്ള ആംഗിളും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ ആംഗിളിനെയാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുക. രണ്ട് സൈഡിലായിരിക്കണം, അപ്പുറത്തും ഇപ്പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയാം. അപ്പം ഇവിടെ നോക്കി നോക്കൂ, ACB-യും അതുപോലെ DBA-യും അല്ലേ. അപ്പോൾ AC-യും DB-യും കാര്യമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളും അതുപോലെ തന്നെ ACB-യിലത്തെ ഈ ആംഗിളും DBA-യിലത്തെ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾസ്. അത് 35 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് ഈ രണ്ട് ലൈനിൻ്റെ കാര്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് എഴുതാം, പിന്നെ മറ്റേ രണ്ട് ലൈനിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ട്രയാങ്കിൾ ഓക്കെ AC-യും BD-യും കാര്യം. അപ്പോൾ CAB ആൻഡ് ട്രയാങ്കിൾ DBA നമുക്ക് എന്താണ് പാരലൽ ലൈൻസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഇവിടെ സംബന്ധിച്ച് ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ച് ആംഗിൾ CAB ഈക്വൽ ടു DBA, ആംഗിൾ DBA ഈക്വൽ ടു 35 ഡിഗ്രി. എങ്ങനെയാണ് നമുക്കിത് കിട്ടിയത്? ഗിവൺ, അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആംഗിൾ CAB ആൻഡ് ആംഗിൾ DBA are alternate angles made by line ഏതാണ്? AB, made by line AB meeting the pair of lines
പെയർ ഓഫ് ലൈൻസ്. ഏത് ലൈൻസിനെയാണ് എ ബി മീറ്റ് ചെയ്യുന്നത്? എ സി ആൻഡ് ബി ഡി. എ സി ആൻഡ് ബി ഡി. സിൻസ് they are equal, they എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിൾ എ സി ബി ആൻഡ് ഡി ബി. സിൻസ് they are equal, എന്ത് പറയാൻ പറ്റും? ഇത് രണ്ടും ഈക്വൽ ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സി പാരലൽ ടു ഡി ബി. എ സി പാരലൽ ടു ഡി. അപ്പോൾ രണ്ട് പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. പാരലൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ആൾട്ടർനേറ്റ് രീതിയിലുള്ള ആംഗിൾസ് ഈക്വൽ ആയ കാരണം കൊണ്ട് ആ രണ്ട് ലൈൻസും പാരലൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഏത് രണ്ട് സൈഡുകളാണ് പ്രൂവ് ചെയ്യാനുള്ളത്? എ ഡിയും അതുപോലെ ബി സിയും അതാണ് പാരലൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പാരലൽ ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. ഇവിടെ സി ബി എ ഈ ആംഗിൾ, ഓക്കെ, അതുപോലെ ഡി ബി എ, ഇതല്ലേ ഇവരുടെ ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ആംഗിളും നമുക്ക് ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇൻ ട്രയാങ്കിൾ സി ബി എ ആൻഡ് ട്രയാങ്കിൾ ഡി ബി എ, ഡി ബി എ അല്ല എ ഡി, എ ഡി ബി, സി ബിയും അതുപോലെ എ ഡിയുടെ കാര്യമല്ലേ, ആൻഡ് എ ഡി ബി, ഇത് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് പ്രൂവ് ചെയ്യണം. ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എങ്ങനെ പ്രൂവ് ചെയ്യുക? കണ്ടോ, ഇവിടെ രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്. ബി ഡി ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, എ സിയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? എ ബി എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസിന് കോമൺ സൈഡാണ്. എ ബി ഈക്വൽ ടു എ ബി. അപ്പോൾ ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണ് കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് മെയ്ഡ് ബൈ ദമും ഈക്വൽ ആണ്. 35 ഡിഗ്രി ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. രണ്ട് ട്രയാങ്കിൾസ് ടു സൈഡ്സ് ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അതിൻ്റെ മറ്റ് സൈഡും അതുപോലെ ആംഗിൾസും ഈക്വൽ ആണെന്ന്. ഓക്കെ, അത് ഈ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ട്രയാങ്കിൾ സി ബി എ ആൻഡ് ഡി എ ബി എങ്ങനെ എഴുതാൻ പറ്റും? ഡി ബി ഈക്വൽ ടു ഡി ബി ഈക്വൽ ടു സി എ. എന്തുകൊണ്ടാണ്? സി എ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. റീസൺ എന്താണ്? അവർ തന്നിട്ടുണ്ട്, ഗിവൺ. ഇനി എന്ത് പറയാൻ പറ്റും? എ ബി ഈക്വൽ ടു എ ബി. എന്തുകൊണ്ടാണ്? കോമൺ സൈഡാണ്, അത് കാരണം കൊണ്ട് അത് ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ എ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഡി ബി എ ഈക്വൽ ടു 35 ഡിഗ്രി. ഇത് നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും ഈക്വൽ ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഡി ഈക്വൽ ടു ബി സി എന്ന് പറയാൻ പറ്റുമല്ലോ. അതർ സൈഡും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? എ ഡി ഈക്വൽ ടു ബി സി. എന്തുകൊണ്ടാണ് എ ഡി ഈക്വൽ ടു ബി സി? ആ റൂള് നമ്മൾ എഴുതണം. ഇഫ് ടു സൈഡ്സ് ആൻഡ് ആംഗിൾസ് മെയ്ഡ് ബൈ ദം, ആ റൂൾ ഉണ്ടല്ലോ, ആ റൂൾ ഇവിടെ ശരിക്കും എഴുതണം കേട്ടോ. ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ദി ടു സൈഡ്സ് ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം ഓഫ് അദർ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദി അതർ സൈഡ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഈ ആംഗിൾ നമുക്ക് എന്താണ്? ഈ ആംഗിൾ ഈക്വൽ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് പറയാൻ പറ്റുമല്ലോ ആംഗിൾ, ഇനി ഞാൻ പറയാണ് ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമോ? ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ എഴുതാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് അത് എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്? ഈ രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഡി ബി ഈക്വൽ ആണ്. ഡി ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ ആണ്. അതേപോലെ എ സി എൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്.
അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് angles of sides having same length. സെയിം ലെങ്ത് ഉള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് ആംഗിളുകളും എന്ത് പറയാൻ പറ്റും, ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ആംഗിളിന്റെയും പ്രത്യേകത എന്താണ്, ആംഗിൾ ഡി എ ബിയിലും സി എ ബിയിലും പ്രത്യേകത എന്താണ്, ഇവർ തമ്മിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഇത് എഴുതിയ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ആംഗിൾ സി എ ബി എന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെ എന്ത് എഴുതിയാൽ മതി, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി, ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. ഇനി എന്ത് എഴുതണം, ഇതേപോലെ എങ്ങനെയാണ് എഴുതുന്നത്, ആംഗിൾ ഡി എ ബി ആൻഡ് ആംഗിൾ സി ബി എ ആർ ആൾട്ടർനേറ്റ് ആംഗിൾസ് മെയ്ഡ് ബൈ ദ ലൈൻ എ ബി മീറ്റിംഗ് ദ പെയർ ഓഫ് ലൈൻസ് എ സി ആൻഡ് ബി ഡി എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി, എ ഡി ആൻഡ് ബി സി. സിൻസ് ദേ ആർ ഈക്വൽ എ സി പാരലൽ ടു എ ഡി പാരലൽ ടു ബി സി. നേരത്തെ എഴുതിയ അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആംഗിൾ ഡി എ ബി ഇത് കഴിഞ്ഞു. ഇനി ആംഗിൾ ഡി എ ബി ആൻഡ് ആംഗിൾ സി ബി എ ആർ ആൾട്ടർനേറ്റ് ആംഗിൾസ്, പിന്നെ മെയ്ഡ് ബൈ ലൈൻ ഏത് ലൈനാണ്, എ ബി. ഇതേപോലെ തന്നെ മീറ്റിംഗ് ദ പെയർ ഓഫ് ലൈൻസ്, ഇവിടെ എഴുതണം കേട്ടോ, മീറ്റിംഗ് ദ പെയർ ഓഫ് ലൈൻസ്, ഏത് ലൈൻസിനെയാണ് മീറ്റ് ചെയ്യുന്നത്, എ ഡി ആൻഡ് ബി സി. ഇത് പാരലൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മീറ്റിംഗ് ദ പെയർ ഓഫ് ലൈൻസ് എ ഡി ആൻഡ് ബി സി. സിൻസ് ദേ ആർ ഈക്വൽ, അവർ ഈക്വൽ ആയ കാരണം കൊണ്ട്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഡി പാരലൽ ടു ബി സി. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, എ സി പാരലൽ ടു ഡി ബിന്നും കണ്ടുപിടിച്ചു, എ ഡി പാരലൽ ടു ബി സിന്നും. രണ്ട് പെയർ ഓഫ് സൈഡ്സും പാരലൽ ആണ് കണ്ടുപിടിച്ചു. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പാരലോഗ്രാമാന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. പാരലോഗ്രാമാന്ന് പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് എന്ത് പറയാൻ പറ്റൂ, സിൻസ് ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, രണ്ട് സൈഡ്സും പാരലൽ ആയ കാരണം കൊണ്ട് ക്വാഡ്രിലാറ്ററൽ ACBD is a parallelogram. ADBC is a parallelogram. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം തന്നെ നമുക്കിത് പാരലോഗ്രാമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പാരലോഗ്രാമാണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ്സും പാരലലാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പാരലലാണ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഈ കേസിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈ രണ്ട് സൈഡിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസ് അവർ തന്നിട്ടുണ്ട്, ഈക്വൽ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ രണ്ട് സൈഡ്സിൻ്റെയും ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ രണ്ട് ട്രയാങ്കിൾസും ആദ്യം തന്നെ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ആൾട്ടർനേറ്റ് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. അങ്ങനെ ഈ രണ്ട് സൈഡും പാരലലാന്ന് പറഞ്ഞു. രണ്ട് പെയർ ഓഫ് സൈഡ്സും പാരലലാന്ന് പറഞ്ഞാൽ അതൊരു പാരലോഗ്രാമാണ്. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണം. നമുക്കിനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ബൈ.